പുരാവസ്തു തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാട് കേസിൽ മോൺസൺ മാവുങ്കലിന്റെ സ്വത്ത് വകകൾ ഇഡി കണ്ടുകെട്ടി. 1,88,00,000 രൂപയുടെ സ്വത്താണ് കണ്ടുകെട്ടിയത്. വീട്, KSFയിലെ നിക്ഷേപങ്ങൾ എന്നിവ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടും. മോൺസൺ മാവുങ്കലിന്റെ ഭാര്യ മോൻസി മാവുങ്കൽ, മക്കളായ മിമിഷ മോൺസൺ, മാനസ് മോൺസൺ എന്നിവരുടെ പേരിൽ നടത്തിയ നിക്ഷേപങ്ങളാണ് കണ്ടുകെട്ടിയത്. കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് നടപടി. പുരാവസ്തു തട്ടിപ്പിലൂടെ 10 കോടി രൂപ മോൺസൺ തട്ടിയെടുത്തെന്ന പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഇഡി അന്വേഷണം നടന്നത്. കള്ളപ്പണ ഇടപാടുകളാണ് ഇഡി അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് FIR അടിസ്ഥാനത്തിലാണ് ഇഡിയും കേസ് രജിസ്റ്റർ. കേസിൽ മോൺസന് പുറമെ KPCC പ്രസിഡന്റ് K സുധാകരൻ, IG ലക്ഷ്മൺ, മുൻ DIG S സുരേന്ദ്രൻ എന്നിവരെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. മോൺസൺ മാവുങ്കലിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതി നൽകിയ യാക്കൂബ് പുറായിൽ, അനൂപ് V അഹമ്മദ്, ഷമീർ, ഷാനിമോൻ എന്നിവരുടെ മൊഴികൾ ഇഡി നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോൺസന്റെ കയ്യിൽ നിന്ന് മാസപ്പടി വാങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരായ തെളിവുകളും തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകിയതിന്റെ വിവരങ്ങളും പരാതിക്കാർ ഇഡിക്ക് കൈമാറിയിട്ടുമുണ്ട്. 2018 K സുധാകരന്റെ സാന്നിധ്യത്തിൽ പുരാവസ്തു തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി മോൺസൺ മാവുങ്കലിന് 25 ലക്ഷം രൂപ നൽകിയെന്നാണ് പണം നഷ്ടമായവരുടെ മൊഴി. പിന്നീട് മോൺസൺ സുധാകരന് ഇതിൽ 10 ലക്ഷം നൽകിയെന്ന് മോൺസന്റെ ജീവനക്കാരിൽ ചിലരും മൊഴി നൽകിയിരുന്നു. പുരാവസ്തു തട്ടിപ്പിലെ ക്രൈംബ്രാഞ്ച് കേസിൽ പ്രതിയാണ് K സുധാകരൻ. കേസിൽ 5 വർഷത്തെ K സുധാകരന്റെയും അടുത്ത കുടുംബാംഗങ്ങളുടെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ആദായ നികുതി രേഖകളും ഇഡി പരിശോധിച്ചിരുന്നു. ജനം, കൊച്ചി.